മണ്ഡപത്തിൽ പട്ടുസാരിയൊക്കെ ഉടുത്ത് തല കുനിച്ചിരിക്കുകയായിരുന്നു അഞ്ജന. അവളുടെ മനസ്സിലപ്പോൾ വല്ലാത്തൊരു നെഞ്ചിടിപ്പായിരുന്നു. കുറച്ച് സമയത്തിനകം തൻ്റെ കഴുത്തിൽ താലി ചാർത്താൻ പോകുന്ന ദേവനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു അവൾക്ക്. ദേവൻ, അവളുടെ ചേച്ചി ശരണ്യയെ കല്യാണം ആലോചിച്ചു വന്ന ചെറുക്കൻ. എന്നാൽ ജാതക പൊരുത്തമില്ലെന്ന് പറഞ്ഞ് അവസാന നിമിഷം ശരണ്യയുടെ കല്യാണം മുടങ്ങിയപ്പോൾ അന്തസ്സുള്ള ആ തറവാട്ടുകാരുമായുള്ള ബന്ധം വിട്ടുപോകാതിരിക്കാൻ മാതാപിതാക്കൾ നിർബന്ധിച്ചാണ് രണ്ടാമത്തെ മകളായ അഞ്ജനയെ ദേവനെ കൊണ്ട് കെട്ടിക്കാൻ തീരുമാനിച്ചത്. ദേവനിതിൽ താല്പര്യമുണ്ടോ എന്ന് പോലും അഞ്ജനക്കറിയില്ലായിരുന്നു. കാരണം ഇന്നേ വരെ അവൻ അവളോട് മുഖത്തോട് മുഖം നോക്കി ഒരക്ഷരം പോലും സംസാരിച്ചിട്ടില്ല. മുഹൂർത്തമായി. മണവാളൻ മണവാട്ടിയുടെ കഴുത്തിൽ താലി ചാർത്താം. കാർമേനികനായ ശാന്തിയുടെ ശബ്ദം കേട്ടപ്പോഴാണ് അഞ്ജന ചിന്തകളിൽ നിന്നും ഉണർന്നത്. അരികിലിരുന്ന ചേച്ചി അവളുടെ കൈകളിൽ പതുക്കെ നുള്ളി. അഞ്ജന ശ്വാസം അടക്കി പിടിച്ചു. ദേവൻ തൻ്റെ കയ്യിലുള്ള സ്വർണ്ണത്താലിയിലേക്ക് നോക്കി. അവൻ്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവുമില്ലായിരുന്നു. അവൻ പതുക്കെ താലിയെടുത്ത് അഞ്ജനയുടെ നേർക്ക് തിരിഞ്ഞു. പക്ഷേ അടുത്ത നിമിഷം അവിടെ സംഭവിച്ചത് ആരും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. തൻ്റെ അരികിലിരുന്ന മണവാട്ടിയായ അഞ്ജനയുടെ കഴുത്തിൽ താലി കെട്ടുന്നതിന് പകരം ദേവൻ പെട്ടെന്ന് മറ്റൊരു വശത്തിരുന്ന് അവളുടെ അനിയത്തി 20കാരിയായ ആതിരയുടെ കഴുത്തിലേക്ക് തിരിഞ്ഞു. ആരും തടയും മുമ്പേ ഒരു മിന്നൽ വേഗത്തിൽ അവൻ ആ താലി ആതിരയുടെ കഴുത്തിൽ കെട്ടി 3 കെട്ടുമിട്ടു. പന്തലാകെ പെട്ടെന്ന് നിശബ്ദമായി. നാദസ്വര നിലച്ചു. ആളുകൾ പരസ്പരം നോക്കി അമ്പരന്നു. ദേവ, നീ കാണിച്ചത്! അഞ്ജനയുടെ അച്ഛൻ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നിലവിളിച്ചു. അഞ്ജന തരിച്ചിരുന്നു പോയി. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ധാരയായി ഒഴുകി. തൻ്റെ ചേച്ചിക്ക് വരാതിരുന്ന ആലോചന തനിക്ക് വന്നു. ഇപ്പോൾ ഇതാ തൻ്റെ കഴുത്തിൽ വീഴേണ്ട താലി സ്വന്തം അനിയത്തിയുടെ കഴുത്തിലാണ് വീണിരിക്കുന്നത്. ആതിരയും പേടിച്ചു വിറച്ച് കരയാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ദേവൻ്റെ മുഖത്ത് ഒരു കുലുക്കവുമില്ലായിരുന്നു. അവൻ എഴുന്നേറ്റ് ആതിരയുടെ കൈക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് പന്തലിൽ നിന്നും ഇറങ്ങി നടന്നു. മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും നിർബന്ധത്തിനും നാണക്കേടിനും മുന്നിൽ അടിയറവ് പറയേണ്ടി വന്ന ആതിരക്ക് ഒടുവിൽ ദേവൻ്റെ തറവാട്ട് വീട്ടിലേക്ക് വണ്ടി കയറേണ്ടി വന്നു. ആ രാത്രി ദേവൻ്റെ വലിയ തറവാട്ട് വീട്. പന്തലിലെ ബഹളങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങാൻ കിടന്നിരുന്നു. എന്നാൽ ആ വീട്ടിലെ അന്തരീക്ഷത്തിന് വല്ലാത്തൊരു ഭാരമുണ്ടായിരുന്നു. ആതിര കൈകൾ കൂട്ടിപ്പിടിച്ച് തല കുനിച്ചുകൊണ്ട് ആ മണിവറയിലേക്ക് കാലുവെച്ചു. മധുവിനെ സ്വീകരിക്കാൻ മുറിയിൽ മുല്ലപ്പൂക്കളും പാലും ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആതിരയുടെ മനസ്സിൽ ഭയവും ദേഷ്യവും മാത്രമായിരുന്നു. തൻ്റെ ചേച്ചിയുടെ ജീവിതം തകർത്ത, തൻ്റെ സമ്മതം പോലും ചോദിക്കാതെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി തൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ഈ മനുഷ്യനെ അവൾക്ക് വല്ലാത്ത വെറുപ്പായിരുന്നു. മാതാപിതാക്കൾ നിർബന്ധിച്ചു കൊണ്ട് മാത്രമാണ് അവൾ ഈ മുറിയിലേക്ക് വരാൻ തയ്യാറായത്. പെട്ടെന്നാണ് വാതിൽ തുറന്ന് ദേവൻ അകത്തേക്ക് വന്നത്. അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടണുകൾ പകുതിയും തുറന്നിട്ടുണ്ടായിരുന്നു. വല്ലാത്തൊരു ഗൗരവമായിരുന്നു അവൻ്റെ മുഖത്ത്. മദ്യപിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ആതിര പേടിയോടെ കുറച്ച് പിന്നോട്ട് മാറി നിന്നു. എന്താ, നിനക്കെന്നെ പേടിയുണ്ടോ? ദേവൻ വിനയത്തോടെയല്ല, മറിച്ച് വല്ലാത്തൊരു അധികാരത്തോടെയാണ് ചോദിച്ചത്. എന്തിനാ നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്തത്? ചേച്ചിയുടെ കഴുത്തിൽ കെട്ടേണ്ട താലിയായിരുന്നു അത്. എന്നെ എന്തിനാ ഇതിലേക്ക് വലിച്ചിഴച്ചത്? ആതിര കരച്ചിലടക്കിക്കൊണ്ട് ചോദിച്ചു. ദേവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. അവൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു. ആതിര പിന്നോട്ട് മാറാൻ നോക്കിയെങ്കിലും അവൻ പെട്ടെന്ന് അവളുടെ ഇടുപ്പിൽ പിടിച്ച് തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു. നീ ഇപ്പോൾ എൻ്റെ ഭാര്യയാണ് ആതിര, ഈ ദേവൻ്റെ പെണ്ണ്. നിന്റെ മേൽ എനിക്ക് പൂർണ്ണമായ അവകാശമുണ്ട്. അവൻ്റെ ചൂടുള്ള മദ്യത്തിൻ്റെ ഗന്ധമുള്ള ശ്വാസം അവളുടെ മുഖത്തടിച്ചു. തൻ്റെ ഇഷ്ടം ഒട്ടും നോക്കാതെ തൻ്റെ ശരീരത്തെ പെട്ടെന്ന് തന്നെ സ്വന്തമാക്കാൻ നോക്കുന്ന അവൻ്റെ ആ പെരുമാറ്റത്തെ ആതിരക്കൊട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവൾ അവനെ തള്ളി മാറ്റാൻ നോക്കി. വിടൂ എന്നെ, എനിക്ക് നിങ്ങളെ വെറുപ്പാണ്. എന്നെ തൊട്ടുപോകരുത്, അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. പക്ഷേ ദേവൻ അവളെ വിട്ടില്ല. അവൻ അവളുടെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ച് മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചു. അവളുടെ മനോഹരമായ മുഖത്തേക്ക് അവൻ മുഖം അടുപ്പിച്ചു. അവൻ്റെ ആ സാമീപ്യം, അവൻ്റെ ശരീരത്തിൻ്റെ ചൂട്, അതെല്ലാം ആതിരയിൽ വല്ലാത്തൊരു വികാരം ഉണർത്താൻ തുടങ്ങി. അവൾ എത്രയൊക്കെ വെറുക്കാൻ ശ്രമിച്ചിട്ടും
അവൻ്റെ അഗാധിക ശക്തിക്ക് മുന്നിൽ അവളുടെ മനസ്സ് പതറുകയായിരുന്നു. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അതിൽ വെറുപ്പല്ല, മറിച്ച് വല്ലാത്തൊരു പ്രണയവും തീവ്രതയുമാണ് അവൾക്ക് കാണാൻ കഴിഞ്ഞത്. ആ ഒരു നിമിഷത്തിൽ അവളുടെ ഉള്ളിലെ ദേഷ്യവും വെറുപ്പുമെല്ലാം മഞ്ഞുപോലെ ഉറുകിത്തീർന്നു. അവനിൽ നിന്നും അകന്നു നിൽക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. പെട്ടെന്ന് തൻ്റെ ഉള്ളിൽ തള്ളിവന്ന പ്രണയത്തിൻ്റെ ആധിക്യത്താൽ അവൾ അവൻ്റെ പിടിയിൽ നിന്നും കൈകൾ മോചിപ്പിച്ചു. എന്നിട്ട് ദേവൻ പോലും പ്രതീക്ഷിക്കാത്ത വിധം അവൾ അവൻ്റെ കഴുത്തിൽ കൈകൾ പിണച്ച് അവൻ്റെ ചുണ്ടുകൾ ആഴത്തിൽ ചുംബിച്ചു. വല്ലാത്തൊരു കാട്ടുതീ പോലെ ആ ചുംബനം പടർന്നു പിടിച്ചു. ദേവൻ ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും അടുത്ത നിമിഷം അവൻ അവളെ കൂടുതൽ മുറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ ചുംബനത്തിന് മറുപടി നൽകി. മുറിയിലെ മുല്ലപ്പൂക്കളുടെ ഗന്ധം ആ നിമിഷത്തിൻ്റെ തീവ്രത കൂട്ടി. ചുംബനത്തിൽ നിന്നും പതുക്കെ വേർപെട്ടപ്പോൾ ആതിരയുടെ ശ്വാസം അണക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ ദേവനോടുള്ള പൂർണ്ണമായ കീടങ്ങൾ മാത്രമായിരുന്നു. അവൾ പതുക്കെ തൻ്റെ മേലുണ്ടായിരുന്ന ആ കനത്ത കല്യാണപ്പൊട്ടു സാരിയുടെ തലപ്പ് താഴെ കിട്ടു. വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ചു മാറ്റിക്കൊണ്ട് അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നേരെ നോക്കി. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം. വല്ലാത്തൊരു പ്രണയത്തോടെ അർപ്പണബോധത്തോടെ അവൾ മന്ത്രിച്ചു. എൻ്റെ ശരീരത്തിന്മേലും എൻ്റെ ജീവന്മേലും ഉള്ള പൂർണ്ണ അവകാശം ഇനി നിനക്ക് മാത്രമാണ്. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ സ്വന്തം ശരീരത്തിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും അവന് നൽകി. അവനെ ഗാഢമായി കെട്ടിപ്പിടിച്ചു. ആതിരയുടെ മനസ്സിൽ ഒരൊറ്റ ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തങ്ങളെ ഒന്നാക്കാൻ ദേവൻ ചെയ്ത ആ ചതിക്ക് പിന്നിലെ യഥാർത്ഥ രഹസ്യം എന്താണ്? ജനൽപ്പാളികൾക്കിടയിലൂടെ വന്ന സൂര്യപ്രകാശം മുഖത്തടിച്ചപ്പോഴാണ് ആതിര കണ്ണു തുറന്നത്. ദേവൻ്റെ നെഞ്ചോട് ചേർന്ന് അവൻ്റെ കൈകളുടെ സുരക്ഷിതത്വത്തിലായിരുന്നു അവൾ കിടന്നിരുന്നത്. രാത്രിയിലെ ആ വന്യമായ പ്രണനിമിഷങ്ങൾ ഓർമ്മ വന്നപ്പോൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചതും ദേവൻ അവളെ കൂടുതൽ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു. അവൻ കണ്ണു തുറന്ന് അവളെ നോക്കി പുഞ്ചിരിച്ചു. എന്താ ആതിരക്കുട്ടി, അപ്പോഴേക്കും എഴുന്നേൽക്കാനായോ? അവൻ കുറുമ്പോടെ ചോദിച്ചു. ദേവൻ്റെ മുഖത്തെ ആ ചിരി കണ്ടപ്പോൾ ആതിരക്ക് പെട്ടെന്ന് തലേ ദിവസം പന്തലിൽ നടന്ന കാര്യങ്ങൾ ഓർമ്മ വന്നു. അവളുടെ മുഖത്തെ പ്രകാശം കെട്ടുപോയി. അവൾ അവനെ നോക്കി ഗൗരവത്തിൽ ചോദിച്ചു. ദേവേട്ട, എനിക്കൊരു കാര്യം അറിയണം. ഇന്നലെ രാത്രി ഞാൻ എല്ലാം മറന്ന് ഏട്ടന് കീഴടങ്ങി. പക്ഷേ എൻ്റെ മനസ്സിനിപ്പോഴും സമാധാനമില്ല. ചേച്ചിയുടെ കഴുത്തിൽ കെട്ടേണ്ട താലിയായിരുന്നു അത്. എന്നെ ഇഷ്ടമായിരുന്നെങ്കിൽ അത് നേരത്തെ പറയാമായിരുന്നില്ലേ? എന്തിനാ പന്തലിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ ഇങ്ങനെ നാണം കെടുതി സ്വന്തമാക്കിയത്? ആതിരയുടെ ചോദ്യം കേട്ടതും ദേവൻ്റെ മുഖത്തെ ഭാവം മാറി. അവൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. അവൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു ദേഷ്യവും സങ്കടവും മിന്നിമറഞ്ഞു. നീ വിചാരിക്കുന്നത് ഞാൻ നിന്നെ ചതിച്ചതാണെന്നല്ലേ ആതിര? എന്നാൽ സത്യം അതല്ല. ദേവം ഒരു ദീർഘശ്വാസമെടുത്തു. പിന്നെന്താണ് സത്യം? അവൾ ആകാംക്ഷയോടെ അവനെ നോക്കി. ആ ഞെട്ടിക്കുന്ന സത്യം. ദേവൻ ആതിരയുടെ കൈകൾ രണ്ടും തൻ്റെ കൈക്കുള്ളിലാക്കി പിടിച്ചു. എന്നിട്ട് പറയാൻ തുടങ്ങി. കല്യാണത്തിന് 2 ദിവസം മുമ്പ് ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നു. നിനക്ക് ഓർമ്മയുണ്ടോ? അന്ന് നീ കോളേജിൽ പോയിരിക്കുകയായിരുന്നു. ഞാൻ അഞ്ജനയെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്. എന്നാൽ വീടിൻ്റെ പിന്നാമ്പുറത്ത് വെച്ച് ഞാൻ കേട്ടത് എന്നെ തകർത്ത് കളയുന്ന ഒരു കാര്യമായിരുന്നു. ദേവൻ അല്പം നിർത്തി പഴയ കാര്യങ്ങൾ ഓർത്തെടുത്തു. അഞ്ജന ഫോണിൽ ആരോടോ സംസാരിക്കുകയായിരുന്നു. അവൾ മറ്റൊരാളുമായി കടുത്ത പ്രണയത്തിലാണ്. അവൻ്റെ പേര് വിപിൻ എന്നാണ്. നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും നിർബന്ധത്തിന് വഴങ്ങി എൻ്റെ പണവും പ്രതാപവും കണ്ട് മാത്രമാണ് അവൾ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. കല്യാണം കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ എൻ്റെ സ്വത്തുക്കളെല്ലാം അവളുടെ പേരിൽ എഴുതി വാങ്ങിച്ച് എന്നെ വഴിയിൽ ഉപേക്ഷിച്ച് അവൻ്റെ കൂടെ ഒളിച്ചോടാനായിരുന്നു അവളുടെ പ്ലാൻ. എന്നെ ചതിക്കാൻ വേണ്ടി മാത്രമാണ് അവൾ ആ മണ്ഡപത്തിൽ വന്നിരുന്നത്. കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ ആതിര വായ പൊത്തിപ്പിടിച്ചു. ഇല്ല, എൻ്റെ അഞ്ജന ചേച്ചി അങ്ങനെ ചെയ്യില്ല. ചെയ്യും ആതിര, എൻ്റെ കയ്യിൽ അതിനുള്ള തെളിവുകളുണ്ട്. ദേവൻ തൻ്റെ ഫോണെടുത്ത് ഒരു ഓഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്തു. അതിൽ അഞ്ജനയുടെ ശബ്ദമായിരുന്നു. വിപിൻ, നീ പേടിക്കണ്ട. ആ ദേവൻ്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടാൻ സമ്മതിക്കുന്നത് അവൻ്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് കണ്ടിട്ടാണ്. കല്യാണം കഴിഞ്ഞവിടെ ഞാൻ തന്ത്രപൂർവ്വം എല്ലാം നമ്മുടെ പേരിലാക്കും. അത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് ജീവിക്കും.
ആ പൊട്ടൻ ദേവൻ ഇതൊന്നും അറിയില്ല. ഓഡിയോ കേട്ടതും ആതിര തറഞ്ഞുപോയി. സ്വന്തം ചേച്ചി ഇത്ര വലിയൊരു ചതിയത്തിയാണെന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അഞ്ജന ചേച്ചിയെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണോ ഏട്ടൻ എന്നെ കല്യാണം കഴിച്ചത്? ആതിരയുടെ കണ്ണുകൾ നിറഞ്ഞു. അല്ല ആതിര. ദേവൻ പെട്ടെന്ന് അവളുടെ കവിളിൽ കൈവച്ചു. അഞ്ജന എന്നെ ചതിക്കാൻ നോക്കുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് ആ കല്യാണം അപ്പോൾ തന്നെ വേണ്ടെന്ന് വെക്കാമായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നാട്ടുകാർ കുറ്റം പറയുക നിന്റെ അച്ഛനെയും അമ്മയെയുമായിരിക്കും. ഒന്നാമതേ ശരണ്യയുടെ കല്യാണം മുടങ്ങി നിൽക്കുകയാണ്. അതിൻ്റെ കൂടെ ഇതും കൂടിയായാൽ ആ പാവങ്ങൾ ജീവനൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ ആ കല്യാണപ്പന്തലിലേക്ക് വന്നത്. പക്ഷെ അതിന് എന്നെ എന്തിനാ? കാരണം ദേവൻ അവളുടെ കണ്ണുകളിലേക്ക് ആഴത്തിൽ നോക്കി. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായ ആതിര. അന്ന് ആ സംഭവത്തിന് ശേഷം നീ അറിയാതെ, ഒരു പക്ഷെ നീ പോലും ശ്രദ്ധിക്കാതെ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അഞ്ജനയുടെ ചതി മനസ്സിലാക്കിയപ്പോൾ നിന്റെ കുടുംബത്തിൻ്റെ മാനം രക്ഷിക്കാനും നിന്റെ കുടുംബത്തോടുള്ള ബന്ധം കൈവിടാതിരിക്കാനും ഒരൊറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. മണ്ഡപത്തിൽ വെച്ച് നിന്റെ കഴുത്തിൽ താലി കെട്ടുക എന്നത്. ദേവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ആതിരയുടെ ഉള്ളം വീങ്ങി. തന്നെ ചതിച്ചു എന്ന് കരുതിയ ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ തൻ്റെ കുടുംബത്തിൻ്റെ മാനവും തൻ്റെ ജീവിതവുമാണ് രക്ഷിച്ചത്. എന്നോട് ക്ഷമിക്കൂ ദേവേട്ട. ഞാൻ ഏട്ടനെ ഒരുപാട് തെറ്റിദ്ധരിച്ചു. അവൾ വിങ്ങിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. എനിക്കരയരുത്. നീ എൻ്റെ കൂടെയുള്ളപ്പോൾ എനിക്ക് മറ്റൊന്നും വേണ്ട. ദേവൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അപ്പോഴാണ് താഴെ നിന്നും ദേവൻ്റെ അമ്മയുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടത്. ദേവാ, ആതിര, വേഗം താഴേക്ക് വാ മക്കളെ. ദേ പത്രത്തിൽ എന്താ വന്നിരിക്കുന്നതെന്ന് നോക്കിയേ. അമ്മയുടെ പരിഭ്രമം നിറഞ്ഞ ശബ്ദം കേട്ട് ദേവനും ആതിരയും പരസ്പരം നോക്കി. അവർ വേഗം വസ്ത്രങ്ങൾ ശരിയാക്കി താഴേക്ക് ഓടിയിറങ്ങി. ഹാളിൽ ദേവൻ്റെ അമ്മയും അച്ഛനും ആകെ തകർന്നു നിൽക്കുകയായിരുന്നു. അമ്മയുടെ കയ്യിൽ അന്നത്തെ പത്രമുണ്ടായിരുന്നു. എന്താ അമ്മേ, എന്തു പറ്റി? ദേവൻ ചോദിച്ചു. അമ്മ പത്രം ദേവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. പത്രത്തിൻ്റെ മുൻപേജിലെ വാർത്ത കണ്ട് ദേവൻ്റെയും ആതിരയുടെയും കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചുപോയി. അതിൽ വലിയ അക്ഷരത്തിൽ എഴുതിയിരുന്നു: പ്രമുഖ വ്യവസായി ദേവൻ്റെ വിവാഹ തട്ടിപ്പ്. വിവാഹ മണ്ഡപത്തിൽ നിന്നും യുവതിയെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധിച്ച് താലി കെട്ടി. പെൺകുട്ടിയുടെ ചേച്ചി അഞ്ജന പോലീസിൽ പരാതി നൽകി. വാർത്തക്ക് താഴെ തലേ ദിവസം പന്തലിൽ വെച്ച് ദേവൻ ആതിരയുടെ കഴുത്തിൽ താലി കെട്ടുന്ന ചിത്രവും ഉണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അഞ്ജനയുടെ ചിത്രവും. തൻ്റെ പ്ലാനുകൾ പാളിയപ്പോൾ ദേവനെ ജയിലിലാക്കാനും അതിലൂടെ അവനെ തകർക്കാനും അഞ്ജന കളിച്ച പുതിയൊരു അടവായിരുന്നു അത്. ആതിര ഞെട്ടലോടെ ദേവൻ്റെ മുഖത്തേക്ക് നോക്കി. പോലീസുകാർ ഏതു നിമിഷവും ഈ വീട്ടിലേക്ക് വരാം. ഇപ്പോൾ ദേവനെ രക്ഷിക്കാൻ ആതിരക്ക് ഒറ്റ വഴി മാത്രമേ ഉള്ളിലുള്ളൂ. പത്രത്തിലെ വാർത്ത കണ്ട് ദേവൻ്റെ അമ്മയും അച്ഛനും തകർന്നു പോയിരുന്നു. എന്നാൽ ദേവൻ്റെ മുഖത്ത് ഭയത്തേക്കാൾ ഉപരി വല്ലാത്തൊരു ശാന്തതയായിരുന്നു. അവൻ പതുക്കെ ആതിരയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ ഭയമായിരുന്നില്ല, മറിച്ച് അഞ്ജനയോടുള്ള കടുത്ത അമർഷമായിരുന്നു. ദേവ, നീ ആ കുട്ടിയെ നിർബന്ധിച്ച് താലി കെട്ടി എന്ന് പറഞ്ഞാണല്ലോ ഈ കേസ്. പോലീസ് ഇപ്പോൾ ഇങ്ങോട്ട് വരും. എൻ്റെ മോൻ്റെ ഭാവി തീർന്നല്ലോ ഈശ്വര. അമ്മ തലയിൽ കൈവച്ച് കരഞ്ഞു. അമ്മേ, വിഷമിക്കരുത്. ദേവേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചേച്ചി പറയുന്നത് പച്ചക്കള്ളമാണ്. ആതിര അമ്മയുടെ അരികിലേക്ക് ചെന്ന് അവരുടെ കൈകൾ ചേർത്ത് പിടിച്ചു. എൻ്റെ സമ്മതത്തോടെയാണ് ഈ കല്യാണം കഴിഞ്ഞതെന്ന് ഞാൻ പോലീസിനോട് പറയും. അപ്പോഴേക്കും മുറ്റത്തൊരു പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. ജീപ്പിൽ നിന്നും ഇറങ്ങി വന്നത് സബ് ഇൻസ്പെക്ടർ മാധവനായിരുന്നു. കൂടെ 2 ലേഡീസ് കോൺസ്റ്റബിൾമാരും ഉണ്ടായിരുന്നു. അവരുടെ തൊട്ടു പിന്നാലെ മുഖത്ത് കപടമായ കണ്ണീരും ഒഴുക്കി വിപിൻ്റെ കൈയും പിടിച്ച് അഞ്ജനയും അവിടത്തേക്ക് കടന്നു വന്നു. ആരാടാ ഇവിടെ ദേവൻ? SI മാധവൻ ഗൗരവത്തിൽ ചോദിച്ചു. ഞാനാണ് സാർ. ദേവൻ മുന്നോട്ട് വന്നു. നിങ്ങൾക്കെതിരെ കടുത്തൊരു പരാതിയുണ്ട്. മണ്ഡപത്തിൽ വെച്ച് അഞ്ജന എന്ന പെൺകുട്ടിയെ ചതിച്ച് അവരുടെ അനിത്യയായ ആതിരയെ നിർബന്ധപൂർവ്വം തട്ടിക്കൊണ്ടുപോയി താലി കെട്ടി എന്ന്
പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ട് പോലുമില്ല എന്നാണ് പരാതിയിൽ പറയുന്നത്. SI ദേവൻ നേരെ വിരൽ ചൂണ്ടി. അത് കേട്ടതും ആതിര മുന്നോട്ട് വന്നു. സാർ, അത് നുണയാണ്. എനിക്ക് 20 വയസ്സ് തികഞ്ഞു. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ദേവേട്ടൻ്റെ കൂടെ ഇറങ്ങി വന്നത്. എന്നെ ആരും തട്ടിക്കൊണ്ടു പോകുന്നതല്ല. അഞ്ജന പെട്ടെന്ന് മുന്നോട്ട് വന്ന് ആതിരയുടെ കൈകളിൽ പിടിച്ചു. ആതിരക്കുട്ടി, നീ ചതിയനെ പേടിച്ചിട്ടാണോ ഇങ്ങനെ പറയുന്നത്? നീ പേടിക്കണ്ട, പോലീസുകാർ നമ്മുടെ കൂടെയുണ്ട്. ഇവൻ ഇനി നിന്റെ ജീവിതം നശിപ്പിച്ചു. ഇവനെ നമ്മൾ ജയിലിൽ അയക്കും. അഞ്ജനയുടെ അഭിനയം കണ്ട് ആതിരക്ക് അറപ്പ് തോന്നി. അവൾ അഞ്ജനയുടെ കൈ തട്ടിമാറ്റി. മതി ചേച്ചി, നിന്റെ ഈ കപട നാടകം ഇനി ഇവിടെ ചിലവാകില്ല. നീ എന്തിനാണ് ദേവേട്ടനെ കല്യാണം കഴിക്കാൻ നോക്കിയതെന്നും നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്നും ഒക്കെ ദേവേട്ടൻ എന്നോട് പറഞ്ഞു. ആതിര അത് പറഞ്ഞതും അഞ്ജനയുടെയും വിപിൻ്റെയും മുഖം ഒന്ന് വിളറി. എങ്കിലും അഞ്ജന പെട്ടെന്ന് സ്വയം നിയന്ത്രിച്ചു. സാർ, ഇവൾ ഈ ദേവൻ്റെ പണം കണ്ട് മയങ്ങിപ്പോയതാണ്. അല്ലെങ്കിൽ അവൻ ഭീഷണിപ്പെടുത്തി പറയുന്നതാകും. എൻ്റെ അനിയത്തി എനിക്ക് തിരികെ വേണം. നിനക്ക് നിൻ്റെ അനിയത്തിയെ വേണമെന്നല്ലേ അഞ്ജന? അതോ ദേവൻ്റെ സ്വത്ത് വേണമെന്നോ? ഹാളിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വന്ന ആ ശബ്ദം കേട്ട് എല്ലാവരും ഞെട്ടി തിരിഞ്ഞു നോക്കി. അത് മറ്റാരുമായിരുന്നില്ല, ആതിരയുടെയും അഞ്ജനയുടെയും സ്വന്തം അച്ഛനായിരുന്നു അത്. കൂടെ അവരുടെ അമ്മയും ഉണ്ടായിരുന്നു. അച്ഛൻ്റെ മുഖത്ത് കടുത്ത ദേഷ്യവും അപമാനവും നിറഞ്ഞു നിന്നിരുന്നു. അച്ഛാ, നിങ്ങൾ എന്തായി പറയുന്നത്? ഞാൻ നിങ്ങളുടെ മകളല്ലേ? അഞ്ജന വിക്കി. അച്ഛൻ അഞ്ജനയുടെ അരികിലേക്ക് നടന്നു ചെന്നു. എന്നിട്ട് എല്ലാവരും നോക്കി നിൽക്കെ അവളുടെ കവിളത്ത് ഒരൊറ്റ അടി വെച്ചു കൊടുത്തു. അടിയുടെ ശബ്ദം ആ ഹാളിൽ മുഴങ്ങിപ്പോയി. മിണ്ടിപ്പോകരുത് നീ, മകളെന്ന് വിളിച്ച് എന്നെ ഇനി കൂടുതൽ പാപിയാക്കരുത്. ദേവൻ മണ്ഡപത്തിൽ വെച്ച് താലി മാറ്റിക്കെട്ടിയപ്പോൾ ഞാൻ അവനെ ഒരുപാട് ശപിച്ചു. പക്ഷേ ഇന്നലെ രാത്രി എൻ്റെ ഈ മകളുടെ ഫോണിലേക്ക് ദേവൻ ഒരു ഓഡിയോ ക്ലിപ്പ് അയച്ചു തന്നിരുന്നു. അത് കേട്ടപ്പോഴാണ് എൻ്റെ ചോര തിളച്ചത്. ഞാൻ പോറ്റി വളർത്തിയ മകൾ ഇത്ര വലിയൊരു ചതിയെത്തിയാണെന്ന് എനിക്ക് മനസ്സിലായത്. അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അച്ഛൻ തൻ്റെ ഫോണെടുത്ത് SI മാധവന് നേരെ നീട്ടി. ദേവൻ നേരത്തെ ആതിരക്ക് നൽകിയ അഞ്ജനയും വിപിനും തമ്മിലുള്ള ആ ചതിയുടെ ഫോൺ റെക്കോർഡിംഗ് അച്ഛൻ പോലീസിനെ കേൾപ്പിച്ചു കൊടുത്തു. അത് കേട്ടതോടെ SI മാധവൻ്റെ ഭാവം മാറി. അദ്ദേഹം വിപിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചു. എന്താടാ, വലിയ പ്ലാൻ ആയിരുന്നല്ലേ? ലവർക്കൊപ്പം ഒളിച്ചോടാൻ വേണ്ടി ഒരു പാവം ചെറുപ്പക്കാരൻ്റെ സ്വത്ത് തട്ടിയുടെ കൺനോക്കുന്നു. സാർ, ഞങ്ങൾക്ക് തെറ്റുപറ്റി സാർ. വിപിൻ പേടിച്ചു വിറച്ച് കൈകൂപ്പി. തെറ്റുതിരുത്താൻ ഞാൻ ഒരു വഴി കാണിച്ചു തരാം. വ്യാജ പരാതി നൽകി പോലീസിനെ പറ്റിച്ചതിനും ബ്ലാക്ക് മെയിലിങ്ങിനും നിങ്ങളെ 2 പേരെയും അകത്തിടാം. SI മാധവൻ കോൺസ്റ്റബിൾമാർക്ക് നേരെ തിരിഞ്ഞു. പിടിക്കവളെ. ലേഡീസ് കോൺസ്റ്റബിൾമാർ അഞ്ജനയുടെ കൈകളിൽ പിടിച്ച് ജീപ്പിലേക്ക് നടത്തിക്കുമ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് ആതിരയെ നോക്കി. പക്ഷേ ആതിര മുഖം തിരിച്ചു കളഞ്ഞു. സ്വന്തം കുടുംബത്തെയും ഭർത്താവിനെയും ചതിക്കാൻ നോക്കിയവളോട് അവൾക്ക് യാതൊരു ദയം തോന്നിയില്ല. പോലീസും അഞ്ജനയും അവിടെ നിന്നും പോയതിനു ശേഷം അന്തരീക്ഷം ശാന്തമായി. അച്ഛൻ പതുക്കെ ദേവൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. മകനെ, എന്നോട് ക്ഷമിക്കണം. എൻ്റെ മകൾ നിന്നെ ചതിക്കാൻ നോക്കിയതിന് ഞാൻ തല കുനിക്കുന്നു. പക്ഷേ എൻ്റെ ഈ മകൾ, അവൾ പവിത്രമാണ്. അവൾ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവളെ നന്നായി നോക്കണം. അച്ഛൻ ദേവൻ്റെ കൈകൾ പിടിച്ചു. അച്ഛൻ വിഷമിക്കരുത്. ആതിര ഇനി എൻ്റെ ജീവനാണ്. ദേവൻ ആതിരയെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു. അച്ഛനും അമ്മയും യാത്ര പറഞ്ഞ് ഇറങ്ങിയതിനു ശേഷം ദേവൻ്റെ അമ്മ ആതിരയെ കെട്ടിപ്പിടിച്ചു. എൻ്റെ വീട്ടിലേക്ക് വന്നത് മഹാലക്ഷ്മിയാണ്. എൻ്റെ മോനെ ജീവിതം നീ രക്ഷിച്ചു. എല്ലാവരും മുറികളിലേക്ക് പോയതിനു ശേഷം ദേവനും ആതിരയും വീണ്ടും തങ്ങളുടെ റൂമിലേക്ക് തിരിച്ചെത്തി. വാതിൽ അടച്ചയുടനെ ദേവൻ ആതിരയെ പിന്നിൽ നിന്നും വന്ന് പിടിച്ചു. അവൻ്റെ നെഞ്ചിൻ്റെ ചൂട് അവളുടെ പുറത്ത് തട്ടി. താങ്ക്സ് ഉണ്ട് കേട്ടോ എൻ്റെ ജാൻസി റാണിക്ക്, അവൻ അവളുടെ കാതിൽ പതുക്കെ മന്ത്രിച്ചു. ആതിര തിരിഞ്ഞു നിന്ന് അവൻ്റെ കഴുത്തിൽ കൈകൾ പിണച്ചു. എന്തിനാ നന്ദി പറയുന്നത്? പക്ഷെ എന്നാലും ഇന്നലെ രാത്രി എന്നോട് ചെയ്തത് കുറച്ച് കൂടിപ്പോയി. അത് നിങ്ങൾ ചെയ്തത് തെറ്റ് തന്നെയാണ്, അവൾ പരിഭ്രമം.
പരിഭവം നിറച്ചു പറഞ്ഞു. ഓഹോ, അപ്പോൾ നീ എന്നോട് ചെയ്തതോ? ദേവൻ അവളുടെ ആ പ്രണയം നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ ഇപ്പോൾ ഒരു ഭാര്യയുടെ സർവ്വസ്വാതന്ത്ര്യവും പ്രണയവും തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ പതുക്കെ മുഖമടുപ്പിച്ച് അവളുടെ നെറ്റിയിലും കണ്ണുകളിലും മാറി മാറി ചുംബിച്ചു. അവളുടെ അധരങ്ങളിലേക്ക് അവൻ വീണ്ടും ആഴ്ന്നിറങ്ങുമ്പോൾ ആതിര മനസ്സിലാക്കുകയായിരുന്നു, അന്ന് മണ്ഡപത്തിൽ വെച്ച് മാറിയ വീണ ആ താലി യഥാർത്ഥത്തിൽ തങ്ങളെ ഒന്നിപ്പിക്കാൻ ദൈവം എഴുതിയ ഒരു സുന്ദരമായ തിരക്കഥയായിരുന്നു എന്ന്.